വിജയിച്ചു, അവളെ ഇങ്ങോട്ട് വന്നപ്പോ ഞങ്ങൾക്ക് സന്തോഷമായി, നിങ്ങൾക്ക് ദുഃഖമായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുമാതിരി പുറത്ത് നാടകമാണ് ഇതിന്റെ ഒക്കെ പിന്നിൽ എന്നുള്ളത് ഈ ഒരൊറ്റ ഈ കുരിശ് തൂങ്ങൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. മുസ്ലിമാണ് കേട്ടോ എന്നൊക്കെ പ്രത്യേകിച്ച് വിളിച്ചു പറഞ്ഞ തന്നെ അത് അതിഭയങ്കരമായിട്ട് ആളുകളുടെ ഇടയിൽ ഓടിയിരിക്കുകയാണ്. പിന്നെ അതിന് നിരവധി തരം കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. വാട്സപ്പിൽ തന്നെ ഉണ്ട്, പിന്നെ ടിക്ടോക്കിലുണ്ട്. അങ്ങനെ ഇനി മുസ്ലിം പെൺകുട്ടികളെ പിന്നെ വിവാഹം കഴിക്കൂ, അങ്ങനെ തലമുറയിൽ നിന്ന് ഒന്നെങ്കിലും ഒന്ന് മോചിക്കപ്പെട്ടു, ഇനിയും വേണം ഇതുപോലത്തെ വിവാഹങ്ങള്, മുസ്ലിം പെൺകുട്ടികൾ മുഴുവൻ ഇതുപോലെ അവരുടെ മതത്തിൽ നിന്ന് പുറത്തു വരണം തുടങ്ങിയ ഒരുപാട് കമന്റ്സ് കാണാം. അതിനെതിരായിട്ടും ഒരുപാട് ആൾക്കാർ കമന്റ്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, വൈകാരികമായിട്ട് ആ പെണ്ണ് തൊലഞ്ഞു പോകും, ഒടിഞ്ഞു പോകും എന്നൊക്കെ പറഞ്ഞിട്ട് പല കമന്റ്സ് മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്. അപ്പൊ ഇവിടെ വിവാഹം കഴിക്കുമ്പോ അവിടെ NIA അന്വേഷണം ഇല്ല, ED ഇല്ല, നോസ്കോ ഇല്ല, പോസ്കോ ഇല്ല, UAPA ഇല്ല, ഒന്നുമില്ല. അതേസമയം ഒരു ഹിന്ദു പെൺകുട്ടി എങ്ങാനും ഒരു മുസ്ലിമിനെ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ആകെപ്പാടെ ഇന്തെങ്ങനെ എടുത്ത് വിറക്കും. മനസ്സിലായില്ല? UP മുതൽ മധ്യപ്രദേശ്, ഡൽഹി പറഞ്ഞിട്ട് സർവ്വ അന്വേഷണ ഏജൻസികളും ഓടി വന്നിട്ട് അതിന് പുറമെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് വരെ അതിനെ പിന്താങ്ങിക്കൊണ്ട് പോലീസിനെ പ്രത്യേകം നിയോഗിച്ചിട്ട് RSSകാർക്ക് മാത്രം പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള പല അഭ്യാസ പ്രകടനങ്ങളും സർക്കസുകളും നമുക്ക് കാണാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിന് കാത്തിരിക്കേണ്ടി വരും. കാരണം ഇതിപ്പോ മുസ്ലിം പെൺകുട്ടിയാണല്ലോ ഹിന്ദുവിനെ വിവാഹം കഴിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മുസ്ലിം സമൂഹത്തിന് വല്ല കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിച്ചാല് ഈ വൈകാരികമായിട്ടെടുക്കുമ്പോ ഉള്ള കുഴപ്പങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ എത്രയോ പെണ്ണുങ്ങൾ തോന്നിവാസം പോലെ നടക്കുന്നു, എന്തൊക്കെയോ തെമ്മാടുത്തങ്ങൾ ചെയ്യുന്നു. ഭർത്താവ് ഗൾഫിലാവുമ്പോ നാട്ടില് സിദ്ധന്മാർക്കും ബംഗാളികൾക്കൊക്കെ വാതിൽ തുറന്നിടുന്ന പല വീഡിയോകൾ ഞാട്ടുണ്ടല്ലോ മുമ്പ്. അപ്പൊ അത്രയുള്ളതിന് കാര്യം ഒരു സത്യവിശ്വാസിയായ മുസ്ലിം സ്ത്രീ, അവൾക്കൊരു മനസ്സാക്ഷി ഉണ്ടല്ലോ, അപ്പൊ അത് വെച്ചിട്ട് അവള് ഒരു മുസ്ലിമിനെ വിവാഹം കഴിക്കുള്ളൂ. മറ്റൊരു മതത്തിലെ പുരുഷനെ വിവാഹം കഴിക്കണമെങ്കിൽ ആ സ്ത്രീക്ക് സ്വന്തം മതത്തിനോട് യാതൊരു അറിവും ഉണ്ടാവില്ല, യാതൊരു പ്രതിബദ്ധത ഉണ്ടാവില്ല, വിശ്വാസം തന്നെ ഉണ്ടാവില്ല. അത് തന്നെയാണ് എല്ലായിടത്തും സംഭവിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ മറ്റുള്ള മതത്തിനോടുള്ള ഒരു വിശ്വാസം വരണം. ഏത് ഒരു മുസ്ലിം പെൺകുട്ടിക്ക് തോന്നാം ഹിന്ദു മതമാണ് ശരി, അതല്ലാതെ വേറൊരു മതം ശരിയല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അധികം വിവാഹങ്ങളും നമ്മൾ കാണുന്നത് എന്ന് പറഞ്ഞാല് ഹിന്ദു പെൺകുട്ടിയും ഒരു മുസ്ലിമിനെ വിവാഹം കഴിക്കുമ്പോൾ മാത്രമാണ് ആ പെൺകുട്ടിക്ക് മതവുമായിട്ട് നല്ലൊരു അടുപ്പുണ്ടാവുന്നത്. തിരിച്ചാവുന്ന സമയത്ത് നമ്മൾക്ക് പരിശോധിച്ചറിയാം, അത് വിവാഹം കഴിക്കുന്ന ആളും ഈ പെൺകുട്ടി ഒക്കെ തന്നെ മതവുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല. ജസ്റ്റ് ചേഷ്ടകളിലൊക്കെ ഒരു മതം ഉണ്ടാവും. അമ്പലത്തേക്കൊക്കെ തന്നെ പോകുന്നു മാത്രമേ ഉള്ളൂ. പക്ഷെ ഹിന്ദു മതത്തിനെ കുറിച്ച് വലിയ വിവരമൊന്നും ഉണ്ടാവില്ല. ഈ ഒരു പെൺകുട്ടി ഇങ്ങനെ പോയി എന്ന് പറഞ്ഞു, അതിന് കാരണക്കാരാരാണ്? ഇനിയും പെൺകുട്ടികൾ പോകും, ഇനിയും ഒരുപാട് പെൺകുട്ടികൾ ഇങ്ങനെ ഇതരം. ഇയാൾ പറയുന്നത് കേട്ടോ, ഇയാൾ ഔലിയാക്കന്മാർ ചീത്ത പറയുന്നത് ഇയാളെ പണി. ഔലിയാക്കന്മാർ ഉത്തരവാദിയല്ല, കാരണം നമ്മളെ ഉത്തരവാദി. ഔലിയാക്കന്മാർ ഉത്തരവാദിയാണ്, ഔലിയാക്ക ഉസ്താദ് ഒരിക്കലും ഉത്തരവാദിയാവില്ല. ഇത് പറയുന്ന കേട്ടോ ഇയാൾ. മതക്കാരെ വിവാഹം കഴിക്കും, അതിന് കാരണക്കാരാരാന്നറിയോ? ഈ മുസ്ലിം സമൂഹം തന്നെയാണ്. കാരണം അത് പറയുമ്പോ എന്നെ കുറെ ആൾക്കാർ തെറി പറയാൻ സാധ്യതയുണ്ട്, പക്ഷെ പറയാതിരിക്കാൻ പറ്റൂല. നമ്മളുടെ ഇന്നത്തെ ഈ സമൂഹം കുറെ വർഷങ്ങളായിട്ട് പറഞ്ഞാല് ഒരു 300-400 വർഷങ്ങളൊക്കെ ആയിട്ട് തന്നെ മുസ്ലിം സമൂഹം എന്ന് പറഞ്ഞാല് ഭൂരിപക്ഷം പേരും ഇസ്ലാം മതം അല്ല അനുകരിക്കുന്നത്. അവര് അനുകരിക്കുന്ന മതം ഖുറാഫി മതം എന്ന് പറയും. അതായത് ചെറുപ്പം മുതലേ കുട്ടികൾ കണ്ടു വളരുന്ന എന്താ വെച്ചാല് ഈ വിഗ്രഹാരാധനയും നിലവിളക്ക് കത്തിച്ചിട്ടുള്ള പരിപാടികളും ഖുർആനിലോ ഹദീസിലോ പറയാത്ത കുറെ പാട്ട്, ആ മാല, ഈ മാല, മൊയ്തീൻ മാല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ആഘോഷങ്ങളുടെ ഒരു ഘോഷയാത്രയാണ്. വല്ല ഉറൂസോ ആണ്ടോ നബിദിനം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും വല്ല ഒന്ന് ആഘോഷിക്കണം, ഒന്ന് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒന്ന് തട്ടി ഉടഞ്ഞു നിൽക്കണം, ഡാൻസ് കളിക്കണം, പാട്ട് പാടണം, അത് ഒരു ലക്ഷ്യമുള്ളൂ. പിന്നെ കുറെ പടക്കം പൊട്ടിക്കണം, ആകെപ്പാടെ ദൂർത്ത് അഴിഞ്ഞാട്ടങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇസ്ലാം മതത്തിന്റെ ഒരു കാഴ്ചപ്പാട് മികച്ച അഴിഞ്ഞാട്ടം തന്നെയാണത്. അപ്പൊ ഇങ്ങനത്തെ ഒരു രീതിയിലാണ് കുട്ടികളൊക്കെ വളർന്നു വരുന്നത്. കാരണം അവരുടെ രക്ഷിതാക്കളൊക്കെയാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ഈ രക്ഷിതാക്കൾ ചെയ്യുമ്പോൾ ഇതൊക്കെ ഇസ്ലാമിന്റെ ഭാഗമാണെന്ന് തോന്നുകയാണ്, അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഭാഗമാണെന്ന് തോന്നുകയാണ്. ഒരു വളർന്നു വരുന്ന ഒരു യുവതി അല്ലെങ്കിൽ യുവാവ് എന്ന നിലയ്ക്ക് കാണുന്നത് രക്ഷിതാക്കളെയാണ്. അവർ ചെയ്യുന്ന എല്ലാ പൊറാട്ട് നാടകങ്ങളും കണ്ടിട്ടാണ് വളരുന്നത്. ഇപ്പൊ ഇവിടെ പറഞ്ഞത് വെച്ചാൽ ഒരു മുസ്ലിം പെൺകുട്ടി ഹിന്ദുവിനെ വിവാഹം കഴിച്ചു. പക്ഷെ സത്യത്തിൽ എന്താ ഉണ്ടായിട്ടുള്ളത്? ഒരു ഹൈന്ദവ രൂപത്തിൽ ജീവിച്ചിരുന്ന ഒരു പെണ്ണ്. പറയുമ്പോൾ മുസ്ലിം എന്ന് പറയും, പക്ഷെ എല്ലാ ചടങ്ങുകളും ആചാരങ്ങളും ദുരാചാരങ്ങളും ഒക്കെ തന്നെ എന്തൊക്കെയാണ് ഹിന്ദുക്കൾ ചെയ്തത് അത് തന്നെയാണ് ചെയ്തിരുന്നത്. ആ പെൺകുട്ടി അതേപോലത്തെ മറ്റൊരു മതത്തിലേക്ക് പോയി, വിഗ്രഹാരാധനയുള്ള ഒരു മതത്തിലേക്ക് പോയി, അത്രേ ഉള്ളൂ. കാരണം ഇവിടെ മുസ്ലിം പെൺകുട്ടി എന്ന് പറഞ്ഞാലും ആ വീട്ടിലും വിഗ്രഹാരാധന തന്നെയാണ് നടന്നിരുന്നത്. ഒരു കബറ് കെട്ടിപ്പൊക്കെ അല്ലെങ്കിൽ വല്ല സിദ്ധന്മാരുടെ അടുത്ത് പോവുക, അല്ലെങ്കിൽ ഉറൂസ് ആണ്ട് നിലവിളക്ക് കത്തിച്ച ഒരു വീടിന്. ഇയാളത് പഠിച്ചിട്ട് ഇയാൾ പഠിക്കാതെ കൊണ്ടാണ് ഇയാൾ പറയുന്നത്. ഇയാൾ പറയുന്നത് ഇയാൾക്ക് എന്തോ അറിയാലോ, തലമണ്ടയിൽ ഒന്നും ഇല്ലാതെ ഇയാളെ പൊട്ടത്തരം വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഇയാളെ ഉദാഹരണം പറയാം. അതുകൊണ്ട് ഇയാളെ വർഷങ്ങൾ കേട്ട് വാക്ക് കേട്ട് നിങ്ങൾ ഭയക്കാൻ നിൽക്കണ്ട. കാരണം പറഞ്ഞാൽ ഇയാൾ പറയുന്ന കൊച്ച കളവായ ഇയാളെ പറയുന്നത് ഇയാളെ വാദം ശരിയല്ല. ഇയാളെ വാദം ശരിയല്ല. ഇയാൾ ഒരു ബുഖാരിൻ്റെ ഒരു ചർച്ച ഒച്ച കളവ് ഇയാൾ പറയുന്നത്.
ഒരു ബുഖാരിൻ്റെ ഒരു ഇയാളെ ക്ലാസ് എടുത്തിന്. ആ ക്ലാസ്സിൽ ഇയാളെ വീഡിയോ മുന്നേ കാണും, ഇപ്പം ഞാൻ വീഡിയോ കാണലില്ല. ആ വീഡിയോ ഇയാളുടെ പച്ച കളവ് അയാൾ പറഞ്ഞു. ആ ബുഖാരിൻ്റെ കഥ ഞാൻ റഹ്മത്തുള്ളാഹി അലൈഹിൻ്റെ പ്രസംഗം കേട്ടിട്ട് ഫുള്ള് മനസ്സിലായി ഇയാൾ കളവ് അയാൾ പറഞ്ഞത്. ഇയാൾ പറയുന്ന സത്യമൊന്നുമില്ല. അപ്പം മുമ്പ് ഞാൻ ഇയാൾക്ക് ലൈക്ക് അടിക്കൽ, ഇയാളെ ക്ലാസ് ഞാൻ കേൾക്കൽ, ഇയാളെ കളവ് കർണേഷൻ, ഇയാളെ സ്വഭാവം മനസ്സിലാക്കി ഞാൻ ഇയാളെ ഒഴിവാക്കിയാണ്. മുമ്പ് ഞാൻ ഇയാളെ വീഡിയോ ഞാൻ കാണാം, ആദ്യം യൂട്യൂബിൽ അധികം ഇയാളെ വീഡിയോ ഞാൻ കാണുന്നത്. ആ ബുഖാരി നല്ല വിഷയമായിരുന്നു. അപ്പോൾ ഞാൻ ആ വിഷയം ഇഷ്ടപ്പെട്ട് ഞാൻ ബുഖാരി എനിക്ക് മുഹബത്താണ്. അപ്പോൾ ഇയാൾ ആ തുടക്കത്തിൽ ആ വിഷയം ഇയാൾ വീഡിയോ കണ്ടിരുന്നത്. അപ്പം ആ വിഷയം കണ്ടിട്ട് രണ്ടാമത് റഹ്മത്തുള്ളാഹി ഞാൻ ബുഖാരിൻ്റെ വിഷയം കേട്ടാണ്. ആ വിഷയം കേട്ട് ഇയാൾ പറയുന്നത് കളവ് അയാൾ പറയുന്നത്, ഫുള്ള് പച്ച കളവ് അയാൾ പറയുന്നത്. ഇയാൾ പറയും ഇയാൾ യോജിക്കുന്ന അർത്ഥം ഇയാൾ വെക്കാം. അതുകൊണ്ട് ഇയാളെ പരമാവധി കേൾക്കാതിരിക്കും. ഇങ്ങനത്തെ ജാഹിലിൻ്റെ പ്രസംഗം കേട്ടിട്ട് നമ്മൾ ഭയക്കാൻ നിൽക്കണ്ട. നമുക്ക് നല്ല ആൾക്ക് സംശയങ്ങളുടെ ഉസ്താദിൻ്റെ അടുത്ത് ചോദിച്ച് പഠിക്കുക, അങ്ങനെയുള്ള കാര്യം. ഇങ്ങനത്തെ ആളെ പ്രസംഗം കേട്ടിട്ട് നമ്മൾ ഭയക്കും. അതുകൊണ്ടാണ് പറയുന്നത്, അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്ന് പറയണം. പക്ഷേ ഇയാളെ പറഞ്ഞ ഔലിയാക്കന്മാർ എത്ര ആൾക്കാർ ഔലിയാക്കന്മാരെ കൊണ്ട് ആരും ഭയപ്പെട്ടിട്ടില്ല, ആരും തെറ്റിയില്ല. മനുഷ്യന്മാരെ ഉമ്മാരെ കൊണ്ടായി വീണ്ടും പറയുന്നു, ഉമ്മാരെ കൊണ്ട് തന്നെയാണ് ഭയക്കാനുള്ള കാരണം. ഓക്കെ, ഞങ്ങൾക്ക് ഡ്യൂട്ടിക്ക് പോകാൻ.